വ്രതശുദ്ധിയുടെ നിറവിൽ മറ്റൊരു പുണ്യമാസത്തിന് കൂടി സമാപനമായിരിക്കുകയാണ്. ജയ്ഹിന്ദ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച നജീം അർഷാദും കുടുംബവുമാണ്. ഇൽഹാനാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്, അതുപോലെ തസ്നിയുണ്ട്. തസ്നി, നജീം, നജീം അർഷാദ്, ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അവരുടെ എല്ലാ വിശേഷങ്ങളും കണ്ട് ഇന്നത്തെ ഒരു നമ്മുടെ പെരുന്നാൾ എപ്പിസോഡ് സൂപ്പറാക്കാം. സ്വാഗതം, വെൽക്കം ടു ദ ഷോ. അപ്പോൾ എന്താണ്, ആദ്യം തസ്നിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ? ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയി വന്നു. ഇനി നമ്മൾ നല്ല ഫുഡുകളിലേക്കൊക്കെ. അതെ, അതാണ് സ്പെഷ്യലി കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു പെരുന്നാൾ സോങ്ങിൽ നിന്ന് ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടതു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൽ പിറ കാണും വരെയും തറാവി നിസ്കാരം. ഇസ്ലാം മതവിശ്വാസമുടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടതു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൽ പിറ കാണും വരെയും തറാവി നിസ്കാരം. അടിപൊളി അല്ലേ? റംസാൻ അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെയാണ് പ്രോഗ്രാം? ഷോസ് ഇന്നിപ്പോൾ ഇത്തവണ വീട്ടിലാണ്. പിന്നെ സാധാരണ ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇങ്ങനെ പോകാറുണ്ട്. പിന്നെ പണ്ടത്തെ റംസാൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം വീട്ടിൽ ഉള്ള പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ രാവിലെ നോമ്പൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകുന്നു. പിന്നെന്താണ്, മൂത്ത പട വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫാമിലിയാണ്. പിന്നെ വാപ്പയുടെ വക സ്പെഷ്യൽ നെയ്ച്ചോറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? തസ്നിയുടെ വക സ്പെഷ്യൽ ബിരിയാണി. എങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? കുക്കിംഗ് ആദ്യമൊന്നും അത്ര കുക്കിംഗ് അത്രയില്ല. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് കുക്ക് ചെയ്യും. ഇപ്പോൾ ഡോക്ടറാണ്, ഇപ്പോൾ ക്ലിനിക് ഉണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് സമയം എങ്ങനെ കണ്ടെത്തുന്നു? സമയം തീരെ ഇല്ല. എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊരു ഇതിലാണ് പോകുന്നത്. നോമ്പിന്റെ സമയമാകുമ്പോൾ പിന്നെ പകല് കുഴപ്പമില്ല, വൈകുന്നേരം അല്ലേ നോമ്പ് തുറക്കും, അപ്പോഴത്തേക്ക് ടയേർഡാവും. പക്ഷെ കുഴപ്പമില്ല, എന്നാലും എല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഹസ്ബൻഡിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹസ്ബൻഡ് പാടുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്? എല്ലാ പാട്ടും ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇതില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഒരു ഫേവറേറ്റ് ഒരു സോങ് ഉണ്ട്, നമ്മുടെ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ ആ പാട്ടൊന്നും പാട്ടാണ്. തുള്ളിമഞ്ഞിനുള്ളിൽ പൊള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരു സൂര്യജാതകം. നീർമണി തന്നെഞ്ചിൽ നീറുകയാണോ നിറമാർന്നൊരു പകലിൻ മുഖം. ആണ് അവന്റെ പ്രോത്സാഹനം. പാപ്പച്ചിയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ക്ലാസ് UKG. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഏകദേശം ഒരു 400-ലധികം പാട്ടുകൾ പാടി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫാമിലി ആയിട്ട് പെരുന്നാൾ പോലെയുള്ള വിശേഷങ്ങൾ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? അതെ, ഈ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ ഷോ വരുന്ന സമയത്താണ് അത് പുറത്തായിരിക്കും, ഒന്നുകിൽ ദുബായിലായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാത്ത സമയത്ത് ഫാമിലിയോടൊപ്പം തന്നെയാണല്ലോ. ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ പാടിയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫാൻസിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറ്? കൈകാര്യം ചെയ്യാനൊന്നുമില്ല, അതൊക്കെ കുറെ പേര് വിളിക്കാറുണ്ട്. പാട്ടുകളെ കുറിച്ച് കുറെ പാട്ട്
അപ്പോൾ തന്നെ പാടാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അത് കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ അങ്ങനത്തെ രീതിയിൽ അങ്ങ് വിട്ടോളും. ഇപ്പൊ ഈ മറ്റേ ലവ് ലെറ്റേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ വരാറുണ്ടോ? അത് ഇക്കയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഇക്കയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ഒരിക്കലും ഇങ്ങനെ ഇലയിലൊക്കെ ഓരോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ തരത്തിലുള്ള ലെറ്റേഴ്സ് ഒന്നും വരാറില്ല. അപ്പോ വീട്ടിലൊക്കെ പോയായിരുന്നു നാട്ടില്? ഇപ്പൊ കൊച്ചിയിലല്ലേ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത്? നാട് എൻ്റെ വീട് പുനലൂരാ വരുന്നത്. പുനലൂര് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്ലിനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ ശേഷമാണ് നമ്മൾ അങ്ങോട്ടുള്ള നാട്ടിലുള്ള പോക്ക് വരവൊക്കെ കുറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആയിരിക്കും, ഉമ്മമാര് ഇവിടെ വന്ന് നിൽക്കും. ഒന്നുകിൽ ഇവിടെ ആയിരിക്കും. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഉമ്മയും ഉപ്പയൊക്കെ ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. കാരണം 2007 ഐഡിയ സ്റ്റാർ സിംഗറില് അവർ വന്നിട്ടുള്ളതും അവര് നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴും പോലും മാക്സിമം ഒരു പ്രോത്സാഹനം. പിന്നെ ഉമ്മയെ വാപ്പയാണ് ഏറ്റവും കൂടെ തിരിച്ചറിയണത് പോലും, എന്നിട്ടാണ് എന്നെ കൂടുതലും മനസ്സിലാക്കണത് പിന്നെ ആളാണെന്നുള്ളത്. അവരത്രയും ഒരു ഇതാണ് പോപ്പുലർ. കുറച്ചുകൂടി ഒരു ഷൈ ടൈപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഒതുങ്ങിയ ആളാണല്ലോ അല്ലേ? പൊതുവെ ഒതുങ്ങിയതാണ്. അപ്പൊ പിന്നെ ഈ അന്നൊക്കെ ഈ പെർഫോമൻസ് റൗണ്ടുകളും അല്ലെങ്കിൽ കുറെ ഒരുപാട് പെർഫോം ചെയ്യേണ്ടി വന്ന് അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മൾ അതിനു വേണ്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ടങ്ങ് ഇടുക, പിന്നെ നമ്മൾ അങ്ങ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്നാലും ഭയങ്കര ഷൈയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ പങ്കെടുക്കുന്ന തന്നെ ലാസ്റ്റ് ഡേറ്റ് ആണ്. എൻ്റെ ഓഡീഷന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യണ തന്നെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റിൽ ഒരു വൈകുന്നേരം ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അതിനു വേണ്ടി അപ്ലൈ ചെയ്യണം. അത് ഇത് പേടിച്ചിട്ടാണ് പെർഫോമൻസും. പക്ഷേ പിന്നെ അതുകൊണ്ട് ശരി കേട്ടോ, നമ്മുടെ ലൈഫ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാരിലോട്ട് പാട്ട് എത്തിയത് തീർച്ചയായിട്ടും സ്റ്റാർ സിംഗർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെയാണ്. അപ്പം അത് ആദ്യം മടിച്ചെങ്കിൽ ഇപ്പം അത് നന്നായി എന്ന് കരുതുന്നു. അന്ന് പാടിയ ഏതെങ്കിലും ഭയങ്കര റീച്ച് കിട്ടിയ ഏതെങ്കിലും സോങ് ഓർമ്മയുണ്ട്? പാടാം. ഞാൻ അഴകിയ രാമനുള്ള ദിൽറുബ എന്നുള്ള പാട്ട് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടിയ പാട്ടാണ് ആ പാട്ട്. ഓ ദിൽറുബ ഇനി സംഗമോത്സവം, ഓ ദിൽറുബ ഇനി സംഗമോത്സവം, നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ, ഓ ദിൽറുബ ഇനി സംഗമോത്സവം, ഓ ദിൽറുബ ഇനി സംഗമോത്സവം. ഇപ്പോൾ ഹസ്ബൻഡിന് പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ ഷോസിനൊക്കെ വേണ്ടിയിട്ട്? പാട്ട് അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പാട്ടൊക്കെ അതിനെ പറ്റിയൊന്നും കൂടുതൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും റീൽസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണമെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അത് ഇക്കേടതായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാം ഫോളോ ഭയങ്കര ഇതാണ്. അപ്പൊ അന്നേരം അതിലുള്ള ട്രെൻഡിങ് സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പാടി ഇതൊന്നും ട്രൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട്. എങ്ങനെ പാട്ട് പാടും? പാട്ട് അങ്ങനെ ഒരു ഇതിലല്ല വളർന്നത്, പക്ഷെ ഉള്ളിലുണ്ട്. പാട്ട് ആസ്വദിക്കും. ഇതുപോലെ ഉള്ള പഠിച്ചത് കൊല്ലം, അവിടെ തന്നെ ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ BDS പഠിച്ചു. പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അവാർഡ് വിന്നിംഗ് സോങ് ഉണ്ടല്ലോ, നമ്മുടെ കെട്ടിയോളാണ് എൻ്റെ മാല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ ഒരു സംഭവം. അത് മ്യൂസിക് ചെയ്ത എൻ്റെ സുഹൃത്ത് വില്യം ഫ്രാൻസിസ് ആണ്. അപ്പോൾ ആ വില്യമിന് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് വന്നപ്പം, നമുക്ക് പറ്റിയൊരു പാട്ട് വന്നപ്പോൾ അങ്ങനെ വിളിച്ച് പോയി പാടി. അവാർഡൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല, കാരണം നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളത് അങ്ങനെ പ്രതീക്ഷിച്ചല്ലല്ലോ ഓരോ പാട്ട് പാടുന്നത്. പക്ഷെ ഞാനും
വില്യമും കൂടെ ഒരുമിച്ച് ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പ് പോയ സമയത്താണ് മൂന്നാറിൽ തേക്കടി. അവിടെ ഞങ്ങളിങ്ങനെ കറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ വരുന്ന റിസൾട്ടും ഇതൊക്കെ പറഞ്ഞ പക്ഷെ ആ ടൈമില് ഈ കോവിഡിന്റെ ടൈമൊക്കെ ആയിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞു, ആ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ആയി. കോവിഡൊക്കെ കഴിഞ്ഞൊന്ന് ജസ്റ്റ് നമ്മളെല്ലാരും പുറത്തു പോകുന്ന സമയത്ത് അങ്ങനെയാ പോയിരുന്നത്. പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല. അതാ നമ്മൾ ആ കാട്ടിന്റെ ഉള്ളിലായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കോള് വന്നിങ്ങനെ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അത് എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് ഞാൻ ചോദിച്ചു ഏത് പാട്ടിനാണ് കിട്ടിയെന്നല്ല, അത് അറിയണില്ല. അപ്പോഴാണ് പക്ഷെ അപ്പോൾ എൻ്റെ മ്യൂസിക് ചെയ്ത ആളും അടുത്തുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ ഞാനൊരു അല്ലേ ഒരു അവിടെ ഒരുമിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. രണ്ടുപേരും ഉള്ളത് നല്ലതല്ലേ? അതായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറി. ശരി, അപ്പോൾ അതിലൊരു രണ്ടുപേരും ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയുമലേ ഒരു വരിയായി മാനസം നിന്നോടായി ചൊല്ലുവാൻ വയ്യാതെ പെയ്യാതെ നെഞ്ചം നീറുന്നിതാ ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീയുമലേ. ഇപ്പോൾ ലാലേട്ടൻ അതുപോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാടാൻ പറ്റി. അതുപോലെ തന്നെ ലെജൻഡറി സിംഗേഴ്സ് സുജാത ചേച്ചിയുടെ കൂടെയൊക്കെ നല്ല ഹിറ്റ് പാട്ടുകൾ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ലാലേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ സിനിമയിലാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ലാലേട്ടൻ ആദ്യം പാടുന്നത് മമ്മൂക്കയുടെ മിഷൻ 99. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് നല്ല സിനിമകളിൽ ഡയമണ്ട് നെക്ലസ് എന്നുള്ള സിനിമ വന്നതിന് ശേഷമാണ് ഒരു നല്ലൊരു ബ്രേക്ക് ആയിട്ട് മാറിയത്. ഒരു മേജർ സിനിമകളിലെ ഒരു പാട്ടാവാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ലഭിച്ചത് ആ സിനിമകളിലൂടെയാണ്. വിദ്യാസാഗർ സാറിന്റെ പാട്ട് പാടി തൊട്ടെന്നുള്ള എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഇന്റർവ്യൂസിലും ആ പാട്ട് പാടി. ഞാനത് ചോദിക്കാതിരുന്നത്. അതിനുശേഷം വിദ്യാസാഗർ സാറിന് തന്നെ പാട്ടുകൾ അതിലാണ് സുജാത ചേച്ചിയോടൊപ്പം പാടാനുള്ള ഒരു ഭാഗ്യം. പുള്ളിപ്പുലികൾ ആട്ടിൻകുട്ടി എന്നുള്ള സിനിമയിൽ കൂട്ടിമുട്ടിയ കണ്ണ് ചൊല്ലണ് കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ് വണ്ടറിഞ്ഞ സ്വാദ് കുളിരിൻ്റെ ജ്വാലയിൽ കുതിരുന്ന രാവിതിൽ കരയും പിടയുന്നു മീനുകൾ അത് പൊള്ളിയെന്നു മതി വന്നുവെന്നോ ഇണ പോലെ തമ്മിൽ പങ്കിടണ്ടേ ഈരൻ മാറാതെ. അപ്പം അങ്ങനെയുള്ള നല്ല കുറേ പാട്ടുകൾ പാടി. അപ്പം അങ്ങനെ നീലാകാശം നീരണിഞ്ഞ മിഴിയെന്ന് തോന്നിയഴകേ ഈരൻ മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ കാതിലൊതുവാനൊരുങ്ങിയ ആദ്യമായൊരിരടി കേട്ടു കേട്ടു ഞാനിരുന്നു ആവിലോല പല്ലവി ഭൂമിയും മാനവും പൂക്കൊണ്ടു മൂടിയോ നീലാകാശം. ഇതൊക്കെ നല്ല നല്ല കുറേ നല്ല പാട്ട് കിട്ടി കേട്ടോ. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുവാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ അവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. ഒരു എന്താ പറയുന്നത്, ഷോപ്പിംഗ് ക്രേസി ആണോ? ഷോപ്പിംഗ് അങ്ങനെ എന്നാൽ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യുക? ഫുഡ് ഐറ്റം. ഭക്ഷണപ്രിയാണ്. ഭക്ഷണം എനിക്ക് ഇഷ്ടം. എനിക്കല്ലാതെ ഷോപ്പിങ്ങിന് ഡ്രസ്സ് അങ്ങനെ അതിനോട് താല്പര്യമില്ല. അങ്ങനെ ഇതുവരെ
പക്ഷെ ഫുഡ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കും. പക്ഷെ ഷോപ്പ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെയല്ല, ഫുഡ് ഐറ്റംസ് ഇഷ്ടമാണ്. ശരി, അപ്പൊ രണ്ടുപേരും കൂടി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ അഭിപ്രായം കാണാറുണ്ടല്ലോ, ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഫുഡ് നമ്മൾ രണ്ടും ഒരു രക്ഷയില്ല. അപ്പോൾ രണ്ടുപേരും കൂടി തല്ലി പിടിക്കുന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക? അതൊക്കെ തന്നെ. അല്ല, തല്ലുണ്ടാക്കുന്ന വെച്ചാൽ തല്ലല്ല, എന്തെങ്കിലുമൊക്കെ അഭിപ്രായത്തിന്റെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പോലും ഇക്ക തന്നെ ഫസ്റ്റ് കൂളാവുന്നു. ദേഷ്യം വരുവാണെങ്കിൽ ഇക്ക തന്നെ കൂളാവുന്നു. എനിക്ക് എന്നും പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ദേഷ്യം എന്നല്ല, ദേഷ്യം വരും, പക്ഷെ എന്നാലും ഇക്ക കൂളാവാറുണ്ട്. കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുഞ്ഞിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? അത് അവിടെ ചെറിയൊരു പ്രശ്നം വരും. അപ്പം ഉമ്മ കൂട്ടിന് വരും മിക്കവാറും. ഒന്നെങ്കിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഇക്കേൻ്റെ ഉമ്മ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് കാണും ഇക്ക ഇല്ലാത്ത സമയത്ത്. കാരണം പിന്നെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അല്ലാതെ വാപ്പയാണെങ്കിലും മാറിയും തിരിഞ്ഞൊക്കെ തന്നെ വരും നിൽക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പറ്റത്തില്ലല്ലോ എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ, ഒറ്റയ്ക്കായി പോത്തില്ലേ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതം. നജീമിന്റെ എനിക്ക് തോന്നുന്നു ആൽബം സോങ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൽഹാറിൽ, അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് അതായിരിക്കും വരുന്നത്. അത് ആദ്യമായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു പാട്ടാട്ടോ. അത് പാടിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ദാമു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തായിരുന്നു. അപ്പം അന്ന് പറഞ്ഞ ഭയങ്കര താല്പര്യം ഞാൻ തന്നെ ആക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ അടുത്ത് മാക്സിമം പറഞ്ഞത് അത് വേണ്ട, അത് വേണ്ട. പാട്ട് നല്ല പാട്ടാണ്, വെറുതെ ഞാൻ അഭിനയിച്ച് വെറുതെ എന്തിനാത്. പാട്ട് നന്നായിട്ട് ആ സമയത്ത് ഭയങ്കര നല്ല റീച്ചായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മൽഹാറിലെ വെൺമേഘമേ മഞ്ഞോലു മഴകായി പെയ്തുവോ നീ, മണിമുത്തുകൾ നീ കോർത്തുവോ മഴവില്ലിനഴകായി നീ. മൽഹാറിലെ വെൺമേഘമേ മഞ്ഞോലു മഴകായി പെയ്തുവോ നീ, മണിമുത്തുകൾ നീ കോർത്തുവോ മഴവില്ലിനഴകായി നീ. ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ പാടി ഭയങ്കര റൊമാൻറ്റിക് വോയിസിന്റെ ആളാണ്. അപ്പോൾ നിങ്ങളുടെ മാരേജ് എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നു, ലവ് മാരേജ് ആണ്? അറേഞ്ച്ഡ് ലവ് മാരേജ് ഫുള്ളി അറേഞ്ച്ഡ് തന്നെ. ഫുള്ളി അറേഞ്ച്ഡ് ആയിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്താണ് വന്നിട്ടുണ്ടായിരുന്ന അറേഞ്ച്. പിന്നെ അതങ്ങനെ നടന്നു പോയി. അപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു സെലിബ്രിറ്റിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് തോന്നി? ആ സമയത്ത് തന്നെ സിനിമയിലൊക്കെ പാടി ഐഡിയാസ്. ഞാൻ 2015-ലായിരുന്നല്ലോ, 2014-ലാണ് ഞാൻ പെണ്ണ് കാണാനൊക്കെ പോയത്. അത്യാവശ്യം റീച്ചുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നേരത്തെ അറിയുന്നത്. പാട്ടുകളൊക്കെ അറിയാമെങ്കിലും ഇന്ന ആളാണ് പാടിയെന്നുള്ള. ആക്ച്വലി ഇക്ക അറിയാം, പിന്നെ മൽഹാറിലെന്ന് പറഞ്ഞ പാട്ടും അറിയാം. പക്ഷെ അന്ന് ഇക്ക എൻ്റെ അടുത്ത് വരുന്ന ടൈമിൽ തൊട്ടും ഒക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നമ്മൾ ആ സമയത്ത് ആലോചന ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് മനസ്സിലാവുമല്ലോ നോർമലി ആളിങ്ങനെ പാടിയിട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് അല്ലാണ്ട് ഈ തൊട്ടു പാട്ടൊക്കെ എനിക്ക് ഇഷ്ടം. പക്ഷെ അത് ആരാ പാടിയെന്നൊന്നും നോക്കാൻ പോയിട്ടില്ല ആ ടൈമില്. നമ്മള് ആ ഒരു ടൈമിൽ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഞാൻ അന്ന് പെണ്ണ് പറഞ്ഞു എന്റെ പാട്ട് ഞാനാണ് പാടിയത്, അതൊക്കെ ഞാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നജീമിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി ഷോ ടൈം എന്ന് പറയുമ്പോൾ അത്ര മൊബൈലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും അത്ര റീച്ച് ഉണ്ടായിരുന്ന സമയം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി ആ സമയത്ത് വീട്ടിലെത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയുക ബ്ലെസ്സിങ് തന്നെയാണ്. ഉറപ്പായിട്ടും അത് ഇപ്പം ഇനി ഉള്ള സമയത്ത് പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു സമയം ഭയങ്കര ഞാൻ ഈ പറഞ്ഞ ബ്ലെസ്ഡ് ആണെന്നാണ് കരുതുന്നത്. കാരണം പലരും ചോദിക്കാറുണ്ട് അതിനുശേഷം പ്രൈസ് മണി കൂടിയല്ലോ, അതിന് പോയിരുന്നെങ്കിൽ മറ്റും. പക്ഷെ അതല്ല. പക്ഷെ അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൊബൈലൊക്കെ വന്നതിന് ശേഷം ചാനൽസും അതിൻ്റെ എല്ലാവരും മൊബൈലിലായി. ചാനലുകൾ പോലും ഓരോന്ന് റീൽസ് ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാ ആൾക്കാരെല്ലാം ഈ പെട്ടെന്നുള്ള
കണ്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. അന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഹോൾ ഇയർ ഒരു വർഷം കംപ്ലീറ്റ് ആ സമയം എല്ലാവരും ടി വിക്ക് മുമ്പിൽ ഒന്നുമില്ലല്ലോ. യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ പോലും യൂട്യൂബ് ഉണ്ടെങ്കിൽ അത്ര അങ്ങനെ അന്ന് ഓർക്കുട്ടും ഫേസ്ബുക്കൊക്കെ വന്നിട്ടില്ല. അന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ ആ ഒരു ഐഡന്റിറ്റി ആണ് ഇപ്പോഴും നമ്മളെ തിരിച്ചറിയണതും. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഷോസിനാണെങ്കിലും വിളിക്കുന്നത് പോലും ഇപ്പോൾ ഒരു 17 വർഷമായി. നമ്മൾ പറയുന്നത് ഒരു 17 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത് ഇപ്പോഴും വലിയൊരു കാര്യം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അത്. അപ്പോൾ ആ ഒരു സമയം വലുതാണ്, വന്ന സമയം. അപ്പോൾ ഇനി നമുക്ക് റംസാൻ സ്പെഷ്യൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് പാടാം. ഞാൻ ദാസാറിൻ്റെ ഒരു പഴയ ആ കാലത്തൊക്കെ ഒരുപാട് നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാം ഹിറ്റാണ്. അപ്പം അതിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു അബുറഹത്തവൻ പട നിറയോടത്ത അഹങ്കാരം പെരുത്തു വന്നാനേ ഹയബം അടിമുടി തകർത്തുടൻ തിടുക്കത്തിൽ മടങ്ങുവാൻ കൊതിത്തു നിന്താനേ. അബുറഹത്തവൻ പട നിറയോടത്ത അഹങ്കാരം പെരുത്തു വന്നാനേ ഹയബം അടിമുടി തകർത്തുടൻ തിടുക്കത്തിൽ മടങ്ങുവാൻ കൊതിത്തു നിന്താനേ. കടുകിട പഴുതില്ലാതാന പടകൾ കിടുകിട വിറപ്പിക്കും പോരുവിളികൾ അടിതട്ടതടി വെച്ചു നീങ്ങും നിരകൾ അടരിണയൊരുങ്ങി വന്നുള്ള കുടിലർ തന്താനെ വിളറിയും കൊന്താനെ മക്കാരൻ നിന്താനേ. ക്രൂരനപുറഹത്ത് ഏക്കത്തിൽ വരുന്നുണ്ട് വന്താനേ. പേടിച്ചരണ്ട ഭൂവിലാകെ വിരണ്ടു വാടിച്ചേരുന്നേ. ശൂരനപുറഹത്തപ്പോൾ വീട് പറഞ്ഞടുക്കുമ്പോൾ മക്കികളച്ചെറുന്നിത്തിരകുന്നു. അതിവീരനവനതിലൊരു പുതുകനിശയും പണിന്തെടുത്താനെ. ഇനി മുതലടിയ അവിടവും കാക്കണ നെയ്യണമെന്നുരത്താനേ. അബുറഹത്തവൻ പട നിറയോടത്ത അഹങ്കാരം പെരുത്തു വന്നാനെ ഹയബം അടിമുടി തകർത്തുടൻ തിടുക്കത്തിൽ മടങ്ങുവാൻ കൊതിത്തു നിന്താനേ. ഫാമിലി ട്രിപ്സ് കാര്യങ്ങളൊക്കെ പോകാറുണ്ടല്ലോ. അപ്പം ഏതു തരം സ്ഥലങ്ങളാണ് കൂടുതലും പ്രിഫർ ചെയ്യുക? ഇപ്പോൾ ശരിക്കും നമ്മളത് മിസ് ചെയ്യണമല്ലോ. ശരിക്കും ട്രാവൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പുറത്തോട്ടാണെങ്കിലും. പിന്നെ ഞങ്ങളല്ലാണ്ട് ഒന്ന് കാശ്മീരൊക്കെ കറങ്ങിയിട്ടുണ്ട് 2018 ഇങ്ങനെ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ജീപ്പ് ഡ്രൈവ് ചെയ്ത് ഞാൻ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, ജുലാഷ് എന്ന് പറഞ്ഞിട്ട് ദുബായിലുണ്ട്. അപ്പോൾ പുള്ളിയും വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു ധൈര്യം ഞങ്ങൾ ഒരുമിച്ച്. കാരണം നമ്മൾ അവിടെ പോകുന്ന സ്ഥലം ശരിയാണ് കാശ്മീരാണ്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. വേറെ എവിടെയും പോയിട്ടുണ്ടെങ്കിലും നമ്മള് ആക്ച്വലി അല്ലല്ല വേറെ കുറേ രാജ്യങ്ങൾ കാണും, കുറേ സ്ഥലങ്ങൾ കാണും, ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷെ ഈ ഒരു സ്ഥലം എനിക്കും മറക്കാൻ പറ്റൂല. കാരണം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ട് കുറേ കാര്യങ്ങളുണ്ട് കാണാനാണെങ്കിലും ഒക്കെ. എവിടെയൊക്കെ നമ്മളിപ്പം കുറേ ദൂരെ യാത്ര ചെയ്ത് പോയാലും ഇവിടെ ഉള്ള ആ ഒരു ഇത് ഒരിക്കലും ഒരു ഭൂപ്രകൃതി അങ്ങനെ. പക്ഷെ ടൂറിസം രീതിയിൽ ഒരുപാട് ഒരു സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. എവിടെ വെച്ചാലും ഫ്രെയിമാണ്, അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ അത്രയും ഡ്രൈവ് ചെയ്ത് ഒരു 14,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. 10-20 ദിവസം ഇഷ്ടമാണ്, പക്ഷെ ബ്രേക്ക് എടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഡ്രൈവ് ചെയ്യും. അങ്ങനെ. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പാട്ടില്ലാതെ നമുക്ക് എന്തായാലും പറ്റില്ല അല്ലേ? അപ്പോൾ ദൃശ്യത്തിലെ ഒരു പാട്ട് മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോമൽക്കുരുന്നും മാരിവിൽ കുടനീർത്തും മാനസം തണലാക്കി.
അപ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇപ്പം നമുക്ക് അടുത്ത റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണി മുകുന്ദന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ്റെ ഒരു വോയിസ് ഇപ്പം നമ്മുടെ ലാലേട്ടന് എം ജി ശ്രീകുമാറിൻ്റെ വോയിസ് എന്ന് പറഞ്ഞതുപോലെ ഉണ്ണി മുകുന്ദനുമായിട്ട് കുറച്ചുകൂടി ഇഴുകി നിൽക്കുന്ന ഒരു വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യം. വിക്രമാദിത്യനിലാണെങ്കിൽ വിക്രമാദിത്യൻ ഒരു മുറ മഴനില കുളിരുമായി, പിന്നെ അരികിൽ മഴനില കുളിർ ദുൽഖർ ആയിരുന്നു പുള്ളിയായിരുന്നു. ഉണ്ണി മുകുന്ദന് വേണ്ടി അരികിൽ പതിയെ, അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം, മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ മെല്ലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ഷൻ ഇഷ്ടമാണ്, ചെയ്യാറുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നമ്മൾ അതിലൂടെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിടാറുണ്ട്. പിന്നെ സിനിമയിലൊരു പാട്ട് ചെയ്തിട്ടുണ്ട് 1947, മേജർ രവി സാറിൻ്റെ സാറാണ് ആ ഒരു ചാൻസ് തന്നത്. ഹരിഹരൻ സാറാണ് പാടിയത്. ഒരു ഹിന്ദി സോങ് ആയിരുന്നു. നമ്മളൊരു ഫേവറേറ്റ് ഗായകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോക്കൽ അതിൽ വന്നു. പിന്നെ പാട്ട് തന്നെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണം. നമുക്കത് തൊണ്ടടത്തോളം അല്ലേ, ശബ്ദം നമുക്കൊരു മെയിൻ ഇൻസ്ട്രുമെന്റ് തന്നിരിക്കുമോ തൊണ്ടയിൽ. അപ്പൊ അത് വെച്ച് പാടാം പാട്ടുകളാണ്. അത് നമുക്ക് കുറച്ചുകൂടെ ഈസി വേ ആണ്. മറ്റെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെന്റലി നമ്മൾ കുറെ കൂടെ പ്രിപ്പയർ ആവണം. ഒരുപാട് നമ്മൾ, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു ഗ്രൂപ്പ്, ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുത്തണം. ഏകദേശം പറഞ്ഞതുപോലെ 400 പാട്ടുകളും എനിക്ക് ഇവിടെ ഇരുന്ന് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഞാൻ മാക്സിമം സമയം പാട്ടുകൾ പാടിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം എനിക്കിഷ്ടമുള്ള കുറേ പാട്ടുകളാണ്. ഇപ്പോൾ പ്രേക്ഷകർ ഇഷ്ടമുള്ള ലിസ്റ്റുകൾ ഇനിയും ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമുക്കിനി ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കേട്ടാലോ. കേൾപ്പത്തിലെ പാട്ട്, അത് ഉണ്ണി മുകുന്ദന്റെ ബിജിബാലേട്ടൻ മ്യൂസിക്. എന്താണ് കൽബേ, എന്താണ് കൽബേ, നാടാകെ കേൾക്കും നാദമോടെ ദഫ് പോൽ നീ മിടിക്കുന്നതെന്താണ്, അതിശയ സ്വരമൊരു കൽബിനേകും അതിനരഞ്ഞൊടി മതി മൊഹബത്തിന്, മൊഹബത്ത് കൽബിൽ വന്നു ചേർന്നതിന് വേറൊരു തെളിവിനി എന്തിന്, എന്താണ് കൽബേ, എന്താണ് കൽബേ. എന്തായാലും ഈ ഒരു ചെറിയ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാട്ടുകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കൃത്യമായൊരു വിരുന്ന് തന്നെയാണ് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും തന്നത്. അപ്പോൾ ഒരുപാട് ആശംസകൾ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ. ഐശ്വര്യവും സമൃദ്ധവുമായ ഒരു റംസാൻ ദിനം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അനീഷിനും താങ്ക് യു. പ്രേക്ഷകർക്കും റംസാൻ ഹൃദയം നിറഞ്ഞ ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് ആശംസകൾ നേരുന്നു.